ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഞാനിവിടെ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം എല്ലാവരെയും വിളിച്ചുണർത്തണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഫുൾ വിഷു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിക്കവാറും വിഷു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അത്രയ്ക്കും കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കായതുകൊണ്ടാണ് നമ്മൾ ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. അപ്പോൾ വിഷുവിൻ്റെ തലേന്ന് ഞാൻ വിഷുക്കണി എല്ലാം കാണാൻ വേണ്ടിയിട്ട് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറെ റൂമിലാണ് കിടന്നത്. ചേട്ടനും മക്കളും ഒക്കെ ഒരു റൂമിൽ കിടന്നത്. എനിക്ക് അവരെ പോയി വിളിക്കണമല്ലോ. അപ്പോൾ കണിയെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് എനിക്ക് അവരെ പോയി വിളിക്കാനായിട്ട്. അപ്പോൾ എല്ലാ വർഷവും ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് രാവിലെ അമ്മയാണ് എന്നെ വീഡിയോ കോൾ വിളിച്ചിട്ട് അവിടുത്തെ വീട്ടിലെ കണി കാണിക്കും. എന്നതിന് ശേഷം ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ പൂജാ റൂമിൽ വന്നിട്ട് അത് കണ്ടതിന് ശേഷമാണ് ഞാൻ പോയി കുളിച്ച് ഫ്രഷായിട്ട് ചേട്ടനെയും എല്ലാവരെയും വിളിക്കുന്നത്. അപ്പം ഇപ്പോഴും അതേ കണക്ക് തന്നെ പതിവ് പോലെ രാവിലെ തന്നെ വെളുപ്പിനെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ വീട്ടിലത്തെ കണിയെല്ലാം കണ്ടതിന് ശേഷം ഞാൻ പോയി ഒന്ന് കുറച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇന്നലെ ഞാൻ പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ണിക്കണ്ണനെ മാല കെട്ടിയിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് ചേട്ടനെയും നനക്കുട്ടനെയൊക്കെ വിളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ മാല കെട്ടാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ വിഷുവായിട്ട് നമ്മുടെ ഉണ്ണിക്കണ്ണനെ നേദിക്കാനായിട്ട് ഞാൻ ഉണ്ണിയപ്പത്തിനുള്ള എല്ലാം അരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിയപ്പവും ഇതെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ. ഞാനൊരു 4 മണി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് എഴുന്നേറ്റത് തന്നെ. അപ്പം മാലയെല്ലാം കെട്ടിയതിന് ശേഷം ഞാൻ നേരെ കിച്ചണിലോട്ട് പോയിട്ട് ഉണ്ണിയപ്പത്തിനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ധൃതി പിടിച്ചുകൊണ്ട് നല്ലൊരു ഷേപ്പിലൊന്നും അല്ല വന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഉണ്ണിക്കണ്ണനെ നേദിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്നാണ് എല്ലാം റെഡിയാക്കിയത്. പിന്നെ ഞാൻ അതവിടെ പൂജാ റൂമിൽ കൊണ്ട് വെച്ചതിന് ശേഷം വിളക്കെല്ലാം കത്തിച്ചു. വിളക്കെല്ലാം കത്തിച്ചിട്ട് അവരെ വിളിക്കാമെന്ന് കരുതി. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വിഷു കുറേ നാളായി നമ്മൾ വിഷു നാട്ടിൽ ആഘോഷിച്ചിട്ട് കേട്ടോ. എനിക്ക് തോന്നുന്നൊരു 10 വർഷത്തോളമൊക്കെ ആയി കാണും ആ നാട്ടിൽ നമ്മൾ വിഷു ആഘോഷിച്ചിട്ട്. അപ്പം നാട്ടിൽ വിഷു ആഘോഷിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലമൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത്. പണ്ട് ഇങ്ങനെ വിഷു ആകാൻ വേണ്ടി കാത്തിരിക്കും. വിഷുവിന് എന്താണ് മെയിനായിട്ടും നമ്മൾ കണി കാണാൻ വേണ്ടിയിട്ടൊന്നും അല്ല, വിഷുവിന് നമുക്ക് എല്ലാവരും കൈനീട്ടം തരുമല്ലോ, അത് മേടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കാത്തിരിക്കും. എന്നാ വിഷു എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ അന്ന് എല്ലാവർക്കും നമുക്ക് കുഞ്ഞായിരിക്കും, നമ്മുടെ കയ്യിൽ എല്ലാവരും കൈനീട്ടമൊക്കെ തരുമല്ലോ. അപ്പോൾ അതിങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കും. സൂക്ഷിച്ച് വെച്ചൊക്കെ തോന്നില്ല, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ചിലപ്പോൾ നമ്മുടെ കയ്യിലിരിക്കും, അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ ഇരിക്കും. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അമ്മ നമ്മുടെ നിങ്ങൾക്ക് മേടിച്ചോളൂ. അപ്പം അതൊക്കെയാണ് എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ വിഷു ആഘോഷം ഓണാഘോഷമൊക്കെ സത്യം വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിളക്കെല്ലാം കത്തിച്ചു. ആദ്യം തന്നെ ഞാൻ ചേട്ടനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. നല്ല ഉറക്കമായിരുന്നു എല്ലാവരും. അങ്ങനെ കണ്ണ് തുറക്കാതെ പതുക്കെ വിളിച്ചുകൊണ്ട് വന്ന് കണി കാണിച്ചു. പിന്നെ അടുത്ത കഴിഞ്ഞതിന് ശേഷം ഞാൻ നന്നിക്കുട്ടനെ ഷോമോളേക്കാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി രണ്ടുപേരെയും വിളിച്ചോട്ടോ. സത്യം പറഞ്ഞാൽ നന്നിക്കുട്ടനും ഷോമോളും വലിയ എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. കാരണം ഞാനൊരു നമ്മൾ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് എനിക്ക് തോന്നുന്നൊരു 4-ാമത്തെ 5-ാമത്തെ വിഷുവിൻ്റെയാണ് കേട്ടോ. അപ്പോൾ തൊട്ട് അവരിങ്ങനെ ഈ വീഡിയോസ് ഇങ്ങനെ എടുത്ത് കാണുമായിരുന്നു. അപ്പോൾ തന്നെ ഭയങ്കര ആകാംക്ഷയായിട്ടിരിക്കുകയാണ് ഈ വട്ടം വിഷു കണി കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഇന്നലെ തന്നെ നൈറ്റിൽ പോകാൻ നേരത്തെ ഏർലി മോർണിംഗിൽ വിളിക്കണേ നമുക്ക് കണി കാണണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയി കിടന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. അങ്ങനെ ശിവമോളെയും നനുകുട്ടനെയൊക്കെ കണി കാണിപ്പിച്ചു. പിന്നെ അതിന് ശേഷം ഞങ്ങളെല്ലാവർക്കും കൈനീട്ടമൊക്കെ കൊടുത്തു. ഭയങ്കര ഹാപ്പി ആയിരുന്നു രണ്ടുപേരും. നനുകുട്ടൻ സത്യം പറഞ്ഞാൽ കണ്ണ് തുറക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതല്ലേ. പക്ഷെ എന്തായാലും കണി കണ്ടു. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ വിഷുക്കണിയൊക്കെ കണ്ടതിന് ശേഷം കൈനീട്ടമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ നമുക്ക് അമ്പലത്തിലൊക്കെ പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് തൊട്ട്, അതായത് പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് കുഞ്ഞൊരു സദ്യയൊക്കെ ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട്, അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, നമ്മളെല്ലാ വിഷു ആയാലും ഓണം ആയാലും ശരി നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഇലയുടെ ആയിരിക്കും കേട്ടോ. അപ്പം ഇലയുടെ എല്ലാം റെഡിയാക്കി വെച്ചു. പെട്ടെന്ന് പെട്ടെന്നായിരുന്നു എല്ലാം. അങ്ങനെ ഇലയുടെ എല്ലാം റെഡിയാക്കി വെച്ച് ഞാൻ പിന്നെ ഒന്ന് ഫ്രഷായി പിള്ളേരെയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് നേരെ നമ്മൾ അമ്പലത്തിലോട്ട് പോകണം കേട്ടോ. അമ്പലത്തിലാണെങ്കിൽ നല്ല തിരക്കാണ്. ഈ പ്രാവശ്യം ഞങ്ങൾ പോയത് കാനു ഗാർഡനിലോട്ടാണ് കേട്ടോ. നമ്മുടെ അയ്യപ്പൻ്റെ ഒരു അമ്പലമാണ്. കുറേ വർഷങ്ങളായിട്ട് ബഹറിലുള്ള ഒരു അമ്പലമാണ് കേട്ടോ. പിന്നെ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ സദ്യക്കുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെച്ചു. സദ്യ എന്ന് പറഞ്ഞാൽ കുഞ്ഞു സദ്യയാണ് കേട്ടോ, വലിയ രീതിയിലൊന്നുമില്ല. ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളായിരുന്നു. അനിയൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവസാനം അവന് വരാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ചടപടയെന്ന് സദ്യയൊക്കെ റെഡിയാക്കി. അപ്പോൾ സദ്യയുടെ സ്പെഷ്യൽ എന്തൊക്കെയാണ്? സാമ്പാർ, പപ്പടം, പിന്നെ കൂട്ടുകറി, തോരൻ,
അവിയൽ, എരിശ്ശേരി, പിന്നെ എന്താണ്, പിന്നെ കാളൻ, ഓലൻ, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം പെട്ടെന്നായിരുന്നു. പിന്നെ 2 തരം പായസം ഉണ്ടായിരുന്നു, പിക്കിളുണ്ടായിരുന്നു. പിക്കിൾ മാങ്ങാച്ചാറ് ഞാൻ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായസം, പാൽപ്പായസവും പിന്നെ നമ്മുടെ ശർക്കര പായസം, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അടപ്രഥമനായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂട്ടി, പിന്നെ ചേട്ടനും നാനുകുട്ടനും ശിവമോളുമാണ് എല്ലാം വിളമ്പിയത്. അപ്പോൾ ഇലയിലെല്ലാവരും ഞങ്ങൾ 4 പേരുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വിഷു എനിക്ക് ചെറിയൊരു സങ്കടം വന്നു, കാരണം വേറെ ആരും ഇല്ലായിരുന്നു, അനിയനും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ 4 പേരും കൂടി ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ സദ്യയുടെ ഐറ്റംസ് കേട്ടോ. ചെറിയ രീതിയിലെ കുഞ്ഞ് സദ്യയായിരുന്നു. അപ്പം നമ്മൾ വിഷു മോണോ എന്നൊക്കെ പറഞ്ഞാൽ സദ്യയാണല്ലോ മെയിൻ. അപ്പോൾ സദ്യയൊക്കെ കുഴപ്പമില്ലായിരുന്നു, നല്ല സദ്യയായിരുന്നു എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എടുപിടിയിൽ നിന്ന് റെഡിയാക്കിക്കൊണ്ടാണ് ഇത്രയൊക്കെ ഐറ്റംസൊക്കെ പറ്റിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് സദ്യയൊക്കെ കഴിച്ചു. ഞങ്ങൾ അടിപൊളിയായിട്ട് വിഷു ഒക്കെ ആഘോഷിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷു വ്ളോഗ് ഇപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതുപോലത്തെ പുതിയ വെറൈറ്റി വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.